അവിടെ എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ. ഇന്ന് രാവിലെ ഞാൻ ഈ മെസ്സേജ് തുടങ്ങും മുമ്പേ ആത്മാവിൽ നിനക്കായി തുറക്കുന്നൊരു വാതിൽ കാണാൻ നീ രാവിലെ അത് ഇമാജിൻ ചെയ്യണം. ആ വാതിൽ അബ്രഹാമിന് മക്കളുണ്ടാകുന്നതിന് മുമ്പേ ദൈവം വിളിച്ചു കൊണ്ടുപോയി ഒരു രാത്രിയിൽ ഏകനായി നിർത്തി പറഞ്ഞു, മോനെ മേളിലോട്ട് നോക്കിക്കടാ, നക്ഷത്രങ്ങളെ കണ്ടു. എണ്ണാൻ പറ്റുമോ? ഇല്ല. അവിടെ നേരെ വിളിച്ചോണ്ട് കടലക്കരയെ കൊണ്ടുപോയി മണൽ കണ്ടു. എണ്ണാൻ പറ്റുമോ? ഇല്ല. എന്നാൽ നീ കണ്ട നക്ഷത്രങ്ങളെ പോലെ കടലക്കരയിലെ മണൽ പോലെ ഞാൻ നിനക്ക് എന്ത് ചെയ്യും? സന്തതിയല്ല ആദ്യം ഉണ്ടായത്, ഉണ്ടാകാൻ പോകുന്ന മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളും കൂടുന്ന വലിയ ഒരു കൂട്ടത്തെ നക്ഷത്രങ്ങളെ പോലെ മണൽ പോലെ കാണിച്ച ദൈവം, അത് വയോധികനായ എന്ന് വിളിക്കാവുന്ന വൃദ്ധനായ അബ്രഹാം ആത്മാവി കണ്ടു. ഇസഹാക്ക് വലതുഭാഗത്തിരിക്കുന്നു, യാക്കോബ് ഇടതുഭാഗത്തിരിക്കുന്നു, അവൻ്റെ മകൻ യോസഫ് മുൻപിൽ നിൽക്കുന്നു, താൻ കട്ടിലേൽ ഉറച്ചിരിക്കുന്നു. എന്നിട്ട് യോസഫിൻ്റെ പിള്ളാരെ കാണുന്നു, അവരെ വലം കൈയും ഇടങ്ങയും വെച്ച് അനുഗ്രഹിക്കുന്നു. ഇതെല്ലാം താന് ഇമാജിൻ ചെയ്യുക. അന്നേരം സാറ ഗർഭിണിയായിട്ടില്ല, ഇസഹാക്ക് ജനിച്ചിട്ടില്ല. പക്ഷെ ഇതൊക്കെ സംഭവിക്കും മുമ്പേ അതിനെയെല്ലാം ആത്മാവിൽ നക്ഷത്രങ്ങളെ നോക്കി കാണാൻ നമ്മളെതിര് കണ്ടുകൊണ്ടിരിക്കുക. എതിരാളികളും ചിലരുണ്ട്. എല്ലാവരും പറഞ്ഞേ, കേട്ടില്ല? എതിരാളി ചിലരുണ്ട്, എല്ലാവരും ഇല്ല, ചിലരേ ഉള്ളൂ. നിനക്ക് ഒരു എതിരാളി കാണും, പക്ഷെ നിന്റെ കൂടെ നിൽക്കുന്നവൻ അവനോട് കൂടെയുള്ളവനെ കാട്ടി വലിയവനാണ്. അവനാണ് വലിയതും വിശാലവുമായൊരു വാതിൽ നിനക്ക് തുറക്കാമെന്ന് പറഞ്ഞതെങ്കിൽ ഇന്ന് രാവിലെ ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, അടഞ്ഞെന്ന ശത്രു പറഞ്ഞിടത്ത് നിനക്ക് വേണ്ടി ദൈവം ഒരു വിശിഷ്ടമായ വാതിൽ തുറക്കുമെന്ന്, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു വാതിൽ ദൈവം തുറക്കുമെന്ന് രാവിലെ വിശ്വസിക്കുന്നവര് ഈ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ 13-ാം അധ്യായം മരണാശയിൽ കിടക്കുകയാണ് ഇരട്ടി ആത്മാവുണ്ടായിരുന്ന ഏലിശ. താൻ ഇങ്ങനെ കിടക്കുമ്പോൾ ഒന്ന് വായിച്ചേരെ 13-ാം അധ്യായത്തിന്റെ 14 മുതൽ വായിച്ചാൽ മതി, സമയമില്ലാത്ത. ആ കാലത്ത് എലീശ മരണഹേതുകമായ ഒരു രോഗം പിടിച്ചു കിടന്നു. അപ്പോൾ ഇസ്രായേൽ രാജാവായ യോവാശ് അവന്റെ അടുക്കൽ ചെന്ന് അവന്റെ മുഖത്തിന്മീതെ കുനിഞ്ഞു കരഞ്ഞു, എന്റെ പിതാവേ ഇസ്രായേലിന്റെ തേരും തേരാളിയുമായുള്ളവേ എന്ന് പറഞ്ഞു. എലീശ അവനോട് അമ്പും വില്ലും എടുക്ക എന്ന് പറഞ്ഞു. രോഗക്കിടക്കയിൽ മരിക്കത്തക്ക രോഗം പിടിച്ചു കിടക്കുമ്പോൾ ഏലീശയുടെ അടുക്ക് ചെന്ന ആ മനുഷ്യൻ യോവാസ് അവൻ്റെ മുഖത്തിന് മീതെ കുനിഞ്ഞ് കരഞ്ഞപ്പോൾ എൻ്റെ പിതാവേ ഇസ്രായേലിൻ്റെ തേരും തേരാളിയുമായി ഉള്ളവേ എന്ന് പറഞ്ഞപ്പോൾ മരണക്കിടക്കയിൽ കിടക്കുന്ന ഭക്തന്റെ നാവ് ചലിച്ചു പറഞ്ഞു, നീ വില്ലും അമ്പും എടുക്ക്. അവൻ അമ്പും വില്ലും എടുത്തു. അടുത്ത വാക്യം, അപ്പോൾ അവൻ ഇസ്രായേൽ രാജാവിനോട് നിന്റെ കൈ വില്ലിന്മേൽ വെക്ക എന്ന് പറഞ്ഞു. അവൻ കൈവച്ചപ്പോൾ എലീശ തന്റെ കൈ രാജാവിന്റെ കൈമേൽ വെച്ചു. കിഴക്കേ കിളിവാതിൽ തുറക്ക എന്നവൻ പറഞ്ഞു. അവൻ അത് തുറന്നപ്പോൾ എയ്യുക എന്ന് എലീശ പറഞ്ഞു. എയ്താറെ അവൻ, അത് യഹോവയുടെ ജയാസ്ത്രം. ആ വാക്കെല്ലാരും പറഞ്ഞേ, ഇത് യഹോവയുടെ. ആരോഗ്യത്തോടെ പറഞ്ഞേ. നമ്മൾ രാവിലെ പഴുകഞ്ഞു കുടിച്ചൊന്നും വന്നവരല്ലല്ലോ. ഇത് യഹോവയുടെ ജയാസ്ത്രം.
കിഴക്കേ കിളിവാതിൽ തുറന്നു. എയ്യുക എന്ന് പറഞ്ഞു. അവൻ എയ്തു. അപ്പോൾ രോഗക്കിടക്കയിൽ കിടക്കുന്ന ആത്മാവുള്ള മനുഷ്യൻ പറയാണ്, ഇത് യഹോവയുടെ ജയാസ്ത്രം. അടുത്ത വാക്യം, അരാമ്യർക്ക് നേരെയുള്ള ജയാസ്ത്രം തന്നെ. നീ അഫേക്കിൽ വെച്ച് അരാമ്യരെ തോൽപ്പിച്ച് അശേഷം സംഹരിക്കുമെന്ന് പറഞ്ഞു. അടുത്ത വാക്യം, അമ്പെടുക്ക എന്നവൻ പറഞ്ഞു. അവൻ എടുത്തു. നിലത്തടിക്ക എന്നവൻ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു. അവൻ 3 പ്രാവശ്യം അടിച്ചു നിർത്തി. അപ്പോൾ ദൈവപുരുഷൻ അവനോട് കോപിച്ചു, നീ 5-6 പ്രാവശ്യം അടിക്കേണ്ടിയിരുന്നു, എന്നാൽ നീ അരാമ്യരെ തോൽപ്പിച്ച് അശേഷം സംഹരിക്കുമായിരുന്നു. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, എതിരാളികളും ചിലരുണ്ട്. പക്ഷേ നിനക്ക് തുറന്നേക്കുന്ന വാതിൽ വലിയതും സഫലവുമായതാണ്. നീ ആത്മാവിൽ നിറഞ്ഞ് നിന്നോട് ദൈവം പറഞ്ഞത് ചെയ്യണം. അവൻ വില്ലും അമ്പും എടുത്ത് എത്ര പ്രാവശ്യം അടിച്ചു? നമ്മൾ പാട്ട് പാടുമ്പോൾ കൈയടിക്കുന്ന പോലെ. പ്രൈസ് ദി ലോർഡ്. 3 പ്രാവശ്യം അടിച്ചു. രോഗക്കിടക്കെ കിടക്കുന്ന ഇരട്ടി ആത്മാവുള്ള മനുഷ്യൻ പറഞ്ഞു, എടാ കുഞ്ഞെ, നീ അടിച്ചപ്പോൾ 5-6 പ്രാവശ്യം അടിച്ചിരുന്നെങ്കിൽ, എൻ്റെ കൂടെ വരണേ, നീ അടിച്ചപ്പോൾ ഇങ്ങനെ രാവിലെ മരണത്തിൻ്റെ ചിന്തയും രോഗത്തിൻ്റെ ചിന്തയും പരാജയത്തിൻ്റെ ചിന്തയും കഷ്ടതയുടെ ചിന്തയും തോൽവിയുടെ ചിന്തയും എല്ലായിട്ട് വന്ന് നീ ആടിക്കുഴഞ്ഞ് 2-3 അടിച്ചിട്ട് കാര്യമില്ല. നീ 5-6 പ്രാവശ്യം അടിച്ചിരുന്നെങ്കിൽ നിന്റെ ശത്രുവിനെ, നിന്റെ എതിരാളിയെ, നിനക്ക് വിരോധമായി കോട്ട കെട്ടിയ പൈശാചിക മണ്ഡലത്തെ നീ പൂർണ്ണമായി നശിപ്പിക്കുമായിരുന്നു. ഇന്ന് രാവിലെ എത്ര പേർക്ക് ഒരു പൂർണ്ണ ജയം വേണം? ഹല്ലേലൂയ. നീ ഇന്ന് രാവിലെ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നതിനോട് ചേർന്ന് നിൽക്കുമെങ്കിൽ നിനക്കൊരു പൂർണ്ണ ജയം ദൈവം തരും. ഹല്ലേലൂയ. എഫെസോസിൽ പൗലോസ് ചെല്ലുമ്പോൾ, എഫെസോസിന്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ വളരെ പ്രതികൂലം നിറഞ്ഞ, ഒരു ദൈവവചനം പറയാൻ കഴിയാത്ത വല്ലാത്ത സാഹചര്യമാണ്. എന്നാൽ ആത്മാവിൻ്റെ ശക്തി എന്തെന്നറിയാത്ത, വചനമറിയാവുന്ന ഒരു ഭാര്യയും ഭർത്താവും അവിടെ ഉണ്ട്. ആരൊക്കെയാണ് പറഞ്ഞേ? അക്വിലാസും പ്രിസ്കില്ലയും. അക്വിലാസും പ്രിസ്കില്ലയും അവിടെ ഉണ്ട്. അവർ യോഹന്നാന്റെ കൈക്കീഴിലുള്ള സ്നാനമേറ്റവരാണ്. അവർക്കറിയാവുന്ന നിലയിൽ യേശുവിനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. 19-ാം അധ്യായം 1 മുതൽ അപ്പോസ്തല പ്രവർത്തിയിൽ അവിടെ പൗലോസ് ചെന്ന് ഇവരെ കണ്ടിട്ട് ഇവരുടെ പ്രസംഗം ഭയങ്കര തീഷ്ണതയുള്ള പ്രസംഗം. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ. വാസ്തവത്തിൽ അവർ ഈ ശുശ്രൂഷയ്ക്ക് ഭയങ്കര ഒരുക്കമുള്ളവരാണ്. അവരെക്കുറിച്ച് പൗലോസ് പറഞ്ഞ ഒരു പദം ഞാൻ വായിപ്പിക്കാം. റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ 3-4 ഒന്ന് വായിച്ച്, അക്വിലാസും പ്രിസ്കില്ലയും ആരാണെന്ന് നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. സുവേശുവിൽ എന്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കയെയും അക്വിലാവെയും വന്ദനം ചെയ്യുവീൻ. അവർ എന്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാകുന്നു. അക്വിലാസും പ്രിസ്കില്ലയും എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ പ്രാണന് വേണ്ടി കഴുത്ത് വെച്ചു കൊടുത്തവരാ. വിശുദ്ധന്മാർക്ക് വന്ദനം പറയുമ്പോൾ അവർ കഴുത്ത് വെട്ടിയെന്നല്ല, കാല് വാരിയെന്നല്ല, ചതിച്ചെന്നല്ല. അക്വിലാസും പ്രിസ്കില്ലയും എഫെസോസിൽ ആദ്യം പരിചയപ്പെടുന്ന 2 പേര്. ആ 2 പേര് ജീവിതത്തിൻ്റെ യാത്രയിൽ പൗലോസിന്റെ കൂടെ നിന്നിട്ട് പൗലോസിന്റെ പ്രാണൻ പോകുമെന്നുള്ള അവസരം എന്ന് പറഞ്ഞു അവന്റെ കഴുത്ത് വെട്ടലിന് പകരം ഞങ്ങളുടെ കഴുത്ത് വെട്ടിക്കോളാൻ പറഞ്ഞ് പൗലോസിന് പകരം കഴുത്ത് വെച്ചു കൊടുത്തവരാ. ഹല്ലേലൂയ. ഈ 2 കർത്താവിന് വേണ്ടി കഴുത്ത് വെക്കാൻ തയ്യാറുള്ള 2 പേരും ആ അധ്യായം അടുത്ത പാരഗ്രാഫ് വായിക്കുമ്പോൾ 12 പേരവിടെ ഉണ്ട്. ഈ 12 പേരും കൊണ്ട് തുടങ്ങിയ ഒരു ചെറിയ പ്രാർത്ഥന. എൻ്റെ കൂടെ വരണം. എത്ര പേരാ? ദൈവത്തിന് പ്രവർത്തിക്കാൻ ആദ്യം ഒരു 2 പിന്നെ ഒരു 12 ഉണ്ടെങ്കിൽ പട്ടണം ദൈവം തരും. വിശ്വസിക്കുന്നവരെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. നിങ്ങൾ ആ 19-26 വായിച്ചേ, അപ്പൊ കുറച്ചുകൂടെ ഗൗരവം വരും.
എഫേസ്യർ 19:26. ഇല്ലേ? എന്നാൽ മോൻ ഉറങ്ങുവാന്നോടെ എന്ത് ചെയ്യും? എന്നാൽ ഈ പൗലോസ് എന്നവൻ കയ്യാൽ തീർത്തത് ദേവന്മാർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫെസോസിൽ മാത്രമല്ല മിക്കവാറും ആസിയിലൊക്കെയും വളരെ ജനങ്ങളെ സമ്മതിപ്പിച്ചു മറിച്ചു കളഞ്ഞു എന്ന് നിങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നുവല്ലോ. എഫെസോസിലെ അർത്തമീസിന്റെ ആധിപത്യമുള്ളിടത്ത് അക്വിലാസും പ്രിസ്കില്ലയും പിന്നെ ഒരു 12 പേരുമായിട്ട് ആരംഭിച്ച ഒരു ചെറിയ പ്രവർത്തനം ഏഷ്യ മൈനറിനെ മൊത്തം മറിച്ചു കളഞ്ഞെന്ന്. നിങ്ങൾ ആ വാക്യം എന്നോട് ശ്രദ്ധിക്കണം. എന്നാൽ പൗലോസ് എന്നവൻ കയ്യാൽ തീർത്തത് ദേവന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫെസോസിൽ മാത്രമല്ല ഏഷ്യ ഒക്കെയും. ഹലോ, ഇന്ന് എൻ്റെ കൂടെ ഒന്ന് വന്നേ. റാന്നി മാത്രമല്ല, ഈ അന്ധകാരം കുടിയിരിക്കുന്ന ഈ പത്തനംതിട്ട ജില്ല മുഴുവൻ ആത്മാവിന്റെ അധികാരത്തിൽ സ്വർഗം മറിക്കുമെന്ന് വിശ്വസിക്കുന്നവര് രാവിലെ നിങ്ങളോട് പറയാൻ ദൈവം തന്ന ദൂത ഞാൻ പറയുന്നത്, എതിരുകൾ ഉണ്ടെങ്കിലും വലിയതും സഫലമായൊരു വാതിൽ ഏറ്റെടുക്കുന്നവര് മാത്രം ആ കരമടിച്ച് രാവിലെ ദൈവത്തെ ഒന്ന് ആരാധിക്കണം. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ ഹല്ലേലൂയ. എഫെസോസ് എന്തുവാ? ഇഷ്ടം പോലെ കൊല്ലന്മാർ, ഇഷ്ടം പോലെ തട്ടാന്മാർ. എന്തുവാ തട്ടാന്മാരുടെ പണി? ചെറിയ അർത്തമീസ് മുതൽ വലിയ അർത്തമീസിനെ വരെ ഉണ്ടാക്കുക. കുടിൽ വ്യവസായം. എന്താണ് കുടിൽ വ്യവസായം? എല്ലാ വീടിനും ആവശ്യമനുസരിച്ച് ദൈവങ്ങളെ മേടിക്കാം. അർത്തമീസിന്റെ ചെറുതും വലുതുമായ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുക. ഈ തട്ടാന്മാരുടെ ഉപജീവന മാർഗം ഈ ദൈവങ്ങളെ വിൽക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മന്ത്രവാദികൾ ഇഷ്ടം പോലെ റാന്നിയിലും ഉണ്ട്. അവരുടെ മന്ത്രവാദ പുസ്തകം മാത്രം കൊണ്ടിട്ട് കത്തിച്ചപ്പോൾ അതിൻ്റെ വില കണക്കാക്കിയാറെ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. എത്ര ബില്യൺ രൂപയാന്ന് ഓർത്തോണം. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ വിറ്റാൽ എത്ര കിട്ടും? 30. യോസഫിനെ വിറ്റാലോ 20. രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 50 വെള്ളിക്കാശ്. ഇത് 50,000 വെള്ളിക്കാശാണ്. ഇനി യേശുവിനെ വിറ്റ പൈസയ്ക്ക് വസ്തു മേടിക്കാമെന്ന് വെച്ചോ. മേടിച്ചാൽ അക്കൽദാമ എന്ന് പറയുന്ന ഒരു ഏറിയ മുഴുവൻ ശവക്കോട്ടയായിട്ട് മേടിച്ചാൽ ഈ 30 വെള്ളിക്കാശേ ഉള്ളൂ. ഹലോ, 30 വെള്ളിക്കാശിൻ്റെ വില നിങ്ങൾ അറിയണം. അക്കൽദാമ എന്ന് പറഞ്ഞ് പരദേശിയെ കുഴിച്ചിടാൻ മേടിച്ച ശവക്കോട്ട മേടിച്ച പൈസ ആരുടെ കാശാ? യേശുവിനെ വിറ്റ. ഇത് 50,000 വെള്ളിക്കാശിൻ്റെ മന്ത്രവാദ പുസ്തകം. ആരും കൊണ്ടുവരാനായിട്ട് പൗലോസ് പറഞ്ഞില്ല. പൗലോസ് മുട്ടയിരുന്നതേ ഉള്ളൂ. കൂടെ ഒരു അക്കില്ലാസ്, കരുത്തു വെക്കാൻ തയ്യാറുള്ള, കർത്താവിന് വേണ്ടി പ്രാണൻ ത്യജിക്കാൻ തയ്യാറുള്ള ഒരു അക്കില്ലാസ്, ഒരു പ്രിസ്കില്ല. ഓ ഹല്ലേലൂയ. പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണാത്തൊരു പൗലോസ് മുഴങ്കാലിരുന്നപ്പോൾ അർത്തമീസ് മറിഞ്ഞു. തട്ടാന്മാരുടെ പണി പോയി, കൊല്ലന്മാരുടെ പണി പോയി, മന്ത്രവാദിയുടെ പണി പോയി. മന്ത്രവാദ പുസ്തകം കത്തിയെങ്കിൽ അവരെ ആത്മാവ് പ്രവചിക്കാൻ പറയുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ചില പോരിന്റെ ശക്തികൾ ഇന്ന് രാവിലെ ദൈവം തീക്കകത്ത് കരിക്കാൻ പോകുകയാ. ഓ റബലബന റബലബന ശൈഡരാധരാധര. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയതും വിശാലതുമായ വാതിൽ എങ്ങോട്ടാ തുറന്നേ? എഫെസോസിലോട്ട്. എഫെസോസിൽ ചെന്ന പൗലോസ് അവിടെ ആരംഭിച്ച ശുശ്രൂഷയെക്കുറിച്ച് പറയുകയാണ്. ഇവിടെ മാത്രമല്ല, അവൻ ഏഷ്യ മുഴുവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പാർക്കുന്ന ഇന്ത്യനകത്ത് വരുമല്ലേ. ഏറ്റവും കൂടുതൽ അന്ധകാര ശക്തിയിൽ കുടിയിരിക്കുന്ന 33 കോടി ദേവന്മാരും 6,000 കോടി അസുരഗണങ്ങളും പിന്നെ ഭൂതപ്രേത പിശാചുക്കളും പിന്നെ ഓരോ വീട്ടിലെ കുരിയാലകളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഭാരതം ഉൾപ്പെടുന്ന ഏഷ്യ വിശാലതും വലിയതുമായ വാതിൽ തുറന്ന പൗലോസിന് മുമ്പിൽ ഏഷ്യ മറിച്ചെങ്കിൽ
അങ്ങനെ എഴുതിയേക്കുന്ന ആസിയൊക്കെയും ജനങ്ങളെ സമ്മതിപ്പിച്ച് മറിച്ചു കളഞ്ഞെങ്കിൽ ഇന്ന് രാവിലെ ദൈവാത്മാ പറയുന്നു, ഉയർന്നു നിൽക്കുന്ന ചില അർത്തമീസ് പോലെയുള്ള അന്ധകാര ശക്തികൾ രാവിലത്തെ ആരാധനയിൽ വേരോടെ മറിയാൻ പോകുകയാ. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ആത്മാവ് ദൂത് പറയുകയാ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ ബിസിനസിനെതിരെ, നിന്റെ ജോലിക്കെതിരെ, നിന്റെ ആരോഗ്യത്തിനെതിരെ ദൂതൻ ഉയർത്തിയിരിക്കുന്ന ചില ആഭിചാര മണ്ഡലങ്ങൾ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ചിലതൊക്കെ കത്തി അമരുമെന്ന് വിശ്വസിക്കുന്നവര് ദൈവമാണ് തുറന്നതെങ്കിൽ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നിങ്ങളെ ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ഈ 28-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവിടെ സഹോദരന്മാരെ കണ്ടു തങ്ങളോട് കൂടെ 7 നാൾ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. പിന്നെ ഞങ്ങൾ റോമയിൽ എത്തി. ഒത്തിരി വ്യാഖ്യാനിക്കപ്പെടേണ്ട വിഷയമാണ്. പക്ഷെ ഞാൻ അവിടെ എങ്ങും നിൽക്കുന്നില്ല, നമുക്ക് സമയത്തിന് പരിമിതിയുണ്ട്. റോമാലേഖനം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് പറയാണ്, ഞാൻ റോമിൽ വരാൻ പലവട്ടം ആഗ്രഹിച്ചെങ്കിലും, പല പ്രാവശ്യം ആഗ്രഹിച്ചെങ്കിലും അതിന് മുടക്കം വന്നു. അപ്പോൾ റോമിൽ പോകാൻ അദ്ദേഹം പല പ്രാവശ്യം ആഗ്രഹിച്ചു. ഈ പ്രാവശ്യം ഞാൻ കൊരിന്തിയിൽ കൂടെ വന്ന് എഫെസോസിൽ കൂടെ വന്നിട്ട് ദൈവം അനുവദിക്കുന്ന പക്ഷം ഞാൻ റോമിലും പോകാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞെങ്കിലും റോമിൽ പോകാൻ ഒത്തില്ല. പക്ഷെ ഇവിടെ വായിച്ചത് അങ്ങനെ ഞങ്ങൾ റോമിൽ എത്തി. റോമിൽ എത്തിക്കത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ 23-ാം അധ്യായത്തിൽ ധന്യനായ പൗലോസ് ശ്ലീഹ അതിൻ്റെ 11-ാമത്തെ വാക്യം 11-ാമത്തെ വാക്യം 23-11 രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കുക. പല പ്രാവശ്യം മുടക്കിയെങ്കിലും ദൈവം പറഞ്ഞു, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷി പറഞ്ഞതുപോലെ റോമയിലും സാക്ഷി പറയും. പിന്നെ പ്രശ്നം തുടങ്ങുകയാണ്. ഈ ദൂത് പറഞ്ഞ തൊട്ടു താഴത്തെ വാക്യം നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ. റോമിലെത്തിക്കും. പോകാൻ പലവട്ടം ഒരുങ്ങി, വഴി തുറന്നു കിടക്കുക, പക്ഷേ പോകാൻ കഴിഞ്ഞില്ല. ഇപ്പം ദൈവം രാത്രി പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കും മോനെ, ഞാൻ നിന്നെ റോമിൽ എത്തിക്കും. നീ യെരൂശലേമിൽ എന്നെ കുറിച്ച് പ്രസംഗിച്ച പോലെ റോമിൽ പ്രസംഗിക്കും എന്ന് കേട്ട് ബലപ്പെട്ടപ്പോൾ 40 പേരപ്പുറത്ത് ഉപവാസം തുടങ്ങി. എന്തിന്? വാഗ്ദത്തമുള്ളവൻ റോമിലെത്തും മുമ്പേ കൊന്നുകളയാൻ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. നിനക്കൊരു വിടുതലുണ്ട്. അത് ദൈവം പറഞ്ഞ വിടുതല. നീ ധൈര്യമായിട്ടിരിക്കണം, നീ ഭയപ്പെടരുത്. ആ വഴി വലിയതാ, അത് വിശാലമായതാ. പക്ഷേ എതിരുകളും ചിലരുണ്ട്. മോൻസി ഒന്ന് ഇറങ്ങിച്ചിലാണ്. എതിരുകളും ചിലരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ശ്രദ്ധിച്ച്, അതൊക്കെ ഇവിടെ നടക്കും. ഹല്ലേലൂയ. എതിരുകളും ചിലരുണ്ട്. അപ്പോൾ വഴി തുറക്കത്തിൽ എന്ന് പറഞ്ഞു, വഴി തുറക്കുമെന്ന് ദൈവം പറഞ്ഞു. വഴി തുറക്കുമെന്ന് ദൈവം പറഞ്ഞു. പക്ഷെ അന്ന് ദൈവം തുറക്കുമെന്ന് പറഞ്ഞ രാത്രിയിൽ തന്നെ 40 പേര് എതിരായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പൗലോസിനെ കൊന്നു കളഞ്ഞിട്ടല്ലാതെ വെള്ളം പോലും കുടിക്കത്തില്ല. ഇന്ന് പ്രാർത്ഥിക്കുന്നവരോട് പറയട്ടെ, നീ അറിയാതെ നിന്റെ തകർച്ച കാണാൻ, നിന്റെ കുടുംബത്തിന് തകർച്ച കാണാൻ എതിരായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവർ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നിന്നെ കൊന്നു കളഞ്ഞിട്ടല്ലാതെ അവർ വെള്ളം പോലും കുടിക്കത്തില്ലെന്ന് അവർ ശപഥം ചെയ്തിരിക്കുക. പക്ഷെ എത്ര രഹസ്യമായി ശപഥം ചെയ്താലും ദൈവം അതിനിടയ്ക്ക് ഒരാളെ ഒരുക്കും. ഇപ്പൊ ഇവന്മാരിങ്ങനെ 40 പേരും കൂടെ ചർച്ച ചെയ്യുന്നത് പൗലോസിന്റെ പെങ്ങടെ മകൻ പതുക്കെ കേട്ടു. സ്തോത്രം. ഈ കൊച്ചുപിള്ളാരെയൊക്കെ ചിലപ്പോൾ ദൈവം എന്ത് ചെയ്യും? ഉപയോഗിക്കും. അവൻ ഓടിച്ചെന്ന് പറഞ്ഞു, പൗലോസേ, ഇവന്മാര് നിന്നെ കൊന്നിട്ടല്ലാതെ വെള്ളം കുടിക്കത്തില്ലെന്ന് ശപഥം ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞു.
പൗലോസ് പറഞ്ഞു, ഈ കാര്യം നീ സഹസ്രാധിപനോട് അങ്ങ് പറഞ്ഞേര്. അത് സഹസ്രാധിപനോട് പറഞ്ഞു. സഹസ്രാധിപൻ ആ രാത്രി അവന്മാരുടെ കൈപ്പെടാതെ എന്ത് ചെയ്തു? വിടുവിച്ചു. പക്ഷെ അടുത്ത പ്രശ്നം തുടങ്ങുകയാണ്. ആ പുരുഷന്മാരുടെ പ്രശ്നം മറികടന്നു എന്ന് കണ്ടപ്പോൾ കപ്പലിന് നേരെ അതിശക്തമായ കാറ്റ് ഈശാനമൂലനായി സാധനമെല്ലാം എടുത്ത് കളഞ്ഞു. തിരമാല അലറിയെടുത്തു. പടകാടി ഉലഞ്ഞു. ഒരു കല്ല് ചെന്നിടിച്ചു. സൂര്യചന്ദ്രന്മാരെ കാണുന്നില്ല. 14 രാപകലുകൾ. ദൂതെന്താ എത്തിക്കും? പറഞ്ഞേ, ദൂതെന്തുവാ? നിന്നെ അക്കരെ എത്തിക്കും. നിന്നെ ഒന്ന് പറയെല്ലാരും, നിന്നെ അക്കരെ എത്തിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ സ്തുതിക്കാവൂ. ഹല്ലേലൂയ. എന്നാൽ എതിരികളുണ്ട് കേട്ടോ. ഏത് വാഗ്ദത്തത്തിന്റെയും പുറകിൽ പറ എതിരികളുണ്ട്. എതിരിനെ വലുതായി കാണണ്ട. നീ പറ, ചിലരൊക്കെ എതിരുണ്ട്, പക്ഷെ കർത്താവ് അനുകൂലമാ. ഒന്ന് പറഞ്ഞേ അല്ല, ചിലരൊക്കെ എതിരുണ്ട്, പക്ഷെ കർത്താവ് അനുകൂലമാ. എത്ര പേര് രാവിലെ വിശ്വസിക്കുന്നുണ്ട്? എതിരുണ്ട്, പക്ഷെ യേശു അനുകൂലമാ. വിശ്വസിക്കുന്നവർ മാത്രം ആ കരമൊന്നടിച്ച് ദൈവത്തെ ആരാധിച്ചേ. ഹല്ലേലൂയ. ഭക്ഷണം കഴിക്കാത്ത ദിവസങ്ങൾ ആഹാര സാധനം എടുത്ത് വെളിയിൽ കളഞ്ഞു. ലഗേജ് എല്ലാം വെളിയിൽ കളഞ്ഞു. കപ്പലൊരു കല്ലരിടിച്ചു, അടിച്ച് തകർന്നു. പക്ഷെ തകരുന്നതിന് തൊട്ടു മുമ്പേ 27-23 പൗലോസിനോട് ദൈവാത്മാവ് പറഞ്ഞു, പൗലോസേ ഭയപ്പെടേണ്ട. ഒന്ന് നോക്കിയേ. ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രി എന്റെ അടുക്കൽ 23 വന്ന അതേ ദൈവം, റോമിൽ എത്തിക്കുമെന്ന് പറഞ്ഞ അതേ ദൈവം, 27 ഇളകി മറിയുന്ന കപ്പലിൽ ആടി ഉലയുന്ന പടകിൽ, തകരാൻ പോകുന്ന പടകിൽ ദൈവം ഇറങ്ങി പറഞ്ഞു, പൗലോസേ ഭയപ്പെടണ്ട, നിന്റെ ഉടയവൻ ഞാനാ. പറയണം, ഏറ്റു പറയണം. എനിക്കൊരു ഉടയവനുണ്ട്, ചോദിക്കാനൊരു ഉടയവനുണ്ട്, പ്രവർത്തിക്കാനൊരു ഉടയവനുണ്ട്. അത് ഞാൻ സേവിച്ചു നിൽക്കുന്ന എൻ്റെ ദൈവമാണെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ അവരിന്ന് രാവിലെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ. ഞാൻ ഈ ദൂത് പറയുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് ദൂതൻ ഇറങ്ങുന്നുണ്ട്. നിന്റെ പ്രശ്നത്തിന്മേൽ ദൂതൻ. അത് ഞാൻ ആത്മാവി പറയുക. നാളുകളായി ദൂതൻ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ അഴിച്ചുവിട്ട ചില പോരുകളുടെ നടുവിൽ ഇന്ന് രാവിലെ നിന്റെ പ്രസ്ഥാനത്തിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ ശുശ്രൂഷയിൽ, ഹല്ലേലൂയ, നിന്റെ ഭവനത്തിന്റെ ഉള്ളറയിൽ ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും ധൈര്യപ്പെട്ടു. അതിൻ്റെ നടുവിലും ദൂത് പറഞ്ഞിട്ടല്ലേ പറഞ്ഞ്. ഇത്രയും വലിയ ഈശാനമൂലനടിച്ച കപ്പൽ തകരാൻ തുടങ്ങുമ്പോഴും ആത്മാവുള്ളവൻ ദൂത് പറഞ്ഞത്, ആരും ഭയപ്പെടരുത്, കപ്പൽ തകരും. പക്ഷെ ആരുടെയും പ്രാണന് പറയെല്ലാരും എന്നോട് ആത്മാ പറഞ്ഞ മരണഭീതികൾ, ഇനിയും ജീവിക്കണ്ട, മരിച്ചാ മതിയെന്ന് ആർക്കും ഒരു ബുദ്ധിമുട്ടായിട്ടിരിക്കണ്ട, എന്നാ പിന്നെ ഒന്നിച്ച് തീർന്നേക്കാമെന്നൊക്കെ കൊണ്ട് അകത്ത് ചിന്തയിടുന്ന ദുഷ്ടവ്യാപാരം രാവിലെ ആത്മാവിലെ പോരിനെ ഞാൻ ശാസിക്കുക. നീ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നീ കർത്താവിൽ പ്രത്യാശ വെച്ചേ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, അവൻ നിന്നെ റോമിലെത്തിക്കും. ഹല്ലേലൂയ. കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. അവരെല്ലാം തകർന്ന കപ്പലിന്റെ പലകെ പിടിച്ചെടുത്തി മെലിത്യ ദ്വീപിൽ എത്തി. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേര് മാൾട്ട എന്ന് അവരറിഞ്ഞു, മെലിത്യ എന്നവര് അറിഞ്ഞു. അവിടെ ചെന്നപ്പോൾ അണലി കൊത്താൻ പതിയിരിക്കുക. 40 പേര് ഉപവസിച്ചു, അവിടുന്ന് രക്ഷപ്പെട്ടു. കപ്പലേ കയറി, കൊടുങ്കാറ്റടിച്ചു, കപ്പലാടി ഉലഞ്ഞു, ആകെ പ്രതിസന്ധിയായി. അവിടുന്ന് രക്ഷപ്പെട്ടു. മെലിത്യയിലെത്തിയപ്പോൾ ആര് കൊത്തി? എന്തിനെതിരാണെന്നറിയാം? ഇതെല്ലാം വലിയതും വിശാലവുമായ സബലമായ വാതിൽ തുറന്നു. അവിടെ എത്തരുത്. അവിടെ എത്തിക്കാതിരിക്കാൻ ഒരു വാഗ്ദത്തവും ഈസിയായി പ്രാപിക്കാമെന്ന് ആരും വിചാരിക്കല്ലേ.
നല്ല സ്വോത്രം പറയണം. നിന്നോട് പറഞ്ഞ, നിന്റെ കുടുംബത്തോട് പറഞ്ഞ, തലമുറയോട് പറഞ്ഞ ഏത് വാക്തത്വവും പ്രാപിക്കാൻ പുറകിലൊരു വെല്ലുവിളിയുണ്ട്. പക്ഷെ നീ ഭയപ്പെടുന്നത് വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനാ. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഇന്ന് പകൽക്കാലം? ഹല്ലേലൂയ, ഹല്ലേലൂയ. 28:4 ആ ജന്തു, ആ ദുഷ്ടജന്തു, ഒന്ന് വായിച്ചേ. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ കൂടെ വന്ന മുഴുവൻ പേരും എതിരായി. എന്നോടൊന്ന് പറയണേ, നേരത്തെ 40 പേരെ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ പേരും ഈ 278 പേരുടെ പ്രാണൻ രക്ഷിച്ചത് ആരാ? ഈ പൗലോസ് പ്രാർത്ഥിച്ച. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇവനെല്ലാം കടലിൽ മുങ്ങിച്ചാകേണ്ടതാ. ഇവനൊന്നും രക്ഷപ്പെടേണ്ടിയല്ല. ഇവനെല്ലാം വേണ്ടി ഇടിവ് നിന്നത് ആ മനുഷ്യനാ. ആ മനുഷ്യന്റെ കയ്യിൽ ആ ദുഷ്ടജന്തു കൊത്തിയപ്പോൾ അതിന്റെ വ്യാപാരം മരണം മാത്രമല്ല, കൂടെ നിന്നവരെ മുഴുവൻ എതിരാക്കി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. ഈ പാമ്പിന്റെ വ്യാപാരം കടിച്ചവൻ ചാകുക മാത്രമല്ല, അവനെതിരെ സർവ്വജനത്തെയും ഒറ്റയ്ക്ക് അവനെതിരാക്കി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പൗലോസിന് മനസ്സിലായി, ഞാൻ വാക്തത്വത്തോട് അടുക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ വാക്തത്വത്തോട് അടുക്കുമ്പോൾ അവൻ്റെ ലാസ്റ്റ് പരിപാടിയാണിത്. അവൻ തീക്കകത്തേക്ക് കുടഞ്ഞു. ഇന്ന് രാവിലെ നീ ഈ പോരിനെ വെച്ചോണ്ട് പോകല്ലേ. ഈ ദുഷ്ട വ്യാപാരത്തെ തീക്കകത്തേക്ക് കുടയണം. ഈ ആരാധനയിൽ ആത്മാവിൻ്റെ തീ കത്തിക്കൊണ്ടിരിക്കുകയാ. അത് അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. 28:16 വായിച്ചേ. റോമയിലെത്തിയ ശേഷം തനിക്ക് കാവലായ പടയാളികളോടുകൂടെ വേറിട്ട് പ്രാർത്ഥിപ്പാൻ പൗലോസിന് അനുവാദം കിട്ടി. ഇനി 29 വായിച്ചേ. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തന്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ. ഒന്ന് ശ്രദ്ധിച്ചേ. 40 പേര് കൊല്ലാൻ നോക്കിയവൻ, കടലിൽ മുങ്ങിച്ചാകാൻ തുടങ്ങിയവൻ, ദുഷ്ടജന്തു കടിച്ച് ചത്തു വീർക്കാൻ തുടങ്ങിയവൻ 2 വർഷം റോമിൽ സുവിശേഷം പ്രസംഗിച്ചെന്ന്. നിന്റെ ആയുസ് ദൈവത്തിന്റെ പാണ്ഡത്തിലാ. സ്തോത്രം പറയണം. നിന്റെ വഴി ദൈവത്തിന്റെ കയ്യിലാ. അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. അല്പസമയം കഷ്ടത വന്നെന്ന് വരാം. ഹല്ലേലൂയ. അല്പസമയം വെല്ലുവിളി വന്നെന്ന് വരാം. പക്ഷെ അത് തകർച്ചയല്ല. അതിനപ്പുറത്ത് ദൈവം ഒരു കാര്യം ചെയ്യുമെന്ന് ഈ രാവിലെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ. ഞാൻ നിർത്തുകയാ, വേഗം നിർത്താം. എന്നാൽ 2 വാക്യം ദൈവം ഇടപെട്ടതൊന്ന് പറഞ്ഞ്. മത്തായി സുവിശേഷം 14:34, മർക്കോസ് 10:46 ഒന്ന് വായിച്ച്. അവർ അക്കരയെത്തി. മതി. ഈ മർക്കോസ് 10:46 വായിച്ച്. അവർ എരിഹോവിലെത്തി. മതി. അവർ അക്കരയെത്തി, അവർ എരിഹോവിലെത്തി, പൗലോസ് റോമിലും എത്തി. ഹലോ, അക്കരയ്ക്ക് നിർബന്ധിച്ചത് കർത്താവാ. ആരാ നിർബന്ധിച്ചേ? കർത്താവ് നിർബന്ധിച്ച്. അവരുടെ ശരീരസ്ഥിതി ഒന്ന് പറയാൻ പോവാ. 3 ദിവസം നിർത്താതുള്ള യോഗം. 2 മണിക്കൂറല്ല, 2 മണിക്കൂറായിട്ട് നമുക്ക് ക്ഷീണ. 3 ദിവസം യോഗം നിർത്തിയില്ല. തുടങ്ങിയതേ ഉള്ള ആശീർവാദം 3-ാമത്തെ ദിവസം. 3-ാം ദിവസം യോഗം നിർത്തിയപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവ് ഇവരെല്ലാം ദൂരെ നിന്നൊക്കെ വന്നവരാ. ദൂരെ നിന്നൊക്കെ ഇവർ പോകുന്ന വഴിയിൽ ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്. മരുഭൂമിയാണ്, നേരവും വൈകുന്നു. എന്തെങ്കിലും കൊടുത്തു വിടണം. കർത്താവ് നോക്കെ, നിങ്ങൾ അവർക്ക് കൊടുക്കുക. നിങ്ങളല്ലേ പ്രശ്നം കണ്ടേ, നിങ്ങളല്ലേ അത് കണ്ടേ, നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കുക. അവർ ഞങ്ങൾ ഇവിടുന്ന് കൊടുക്കാൻ. പ്രൈസലോ. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു കൊച്ചൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും അത് നീ കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാവരെയും പന്തിയായിട്ട് ഇരുത്താൻ പറഞ്ഞു. നമ്മുടെ വീട്ടിൽ യോഗം വെക്കുമ്പോൾ 30 പേര് 40 പേര് 40 പേർക്ക് വിളമ്പി 2ാമതും വിളമ്പുമ്പോൾ വിളമ്പുന്നവർക്ക് ക്ഷീണമില്ലേ? അല്ല, ഉണ്ടോയെന്നറിയാൻ. 5000 പേർക്ക് വിളമ്പുവാണെങ്കിലോ, മോളത്തെ ലൈനി വിളമ്പുവാൻ 4ാമത്തെ ലൈനി ഒന്നും പറഞ്ഞു അപ്പം തീർന്നെന്ന്. ഉടനെ 4ാമത്തെ ലൈനി ഒന്നും തിരിച്ച് അപ്പം കൊണ്ട് ഇവിടെ ചെന്നു. 1ാമത്തെ ലൈനി അവിടെ ചെന്നപ്പോൾ 5ാമത്തെ ലൈൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ലെന്ന്.
വിളമ്പാൻ 12 പേരല്ലേ ഉള്ളൂ. ജനം 5000 ഉണ്ടെങ്കിലും വിളമ്പാൻ എത്രയേ ഉള്ളൂ? നിങ്ങൾ അവരുടെ ബുദ്ധിമുട്ട് ഓർത്ത് ഈ 12 പേർ 5000 പേർക്ക് കുനിയുക, നൂരുക, വിളമ്പുക, കൊടുക്കുക. അപ്പം കൊടുത്തോണ്ടിരുന്നപ്പോൾ ഒരു താഴെ 6ാമത്തെ ലൈൻ പറഞ്ഞ് മീൻ ഇവിടെ കിട്ടിയിട്ടില്ല. എൻ്റെ ഭാവനയാണ്. 5ാമത്തെ ലൈൻ അപ്പം നിൽക്കുമ്പോൾ 6ാം ലൈനുകാരൻ പറഞ്ഞ് ഞങ്ങൾക്ക് മീൻ ഇതുവരെ കിട്ടിയില്ല. അപ്പോൾ ഓടി അവിടെ ചെന്നു. അങ്ങനെ ഈ 5000 പുരുഷന്മാരാ, സ്ത്രീകളുടെ കാര്യം എനിക്കറിയത്തില്ല, എങ്കിലും ഒരു വലിയ സൈന്യമാണ്. ഇവർക്കെല്ലാം കൂടെ വിളമ്പി മടുത്തിട്ട് തിരിച്ച് കൊട്ട നിറച്ച കാര്യം ഓർത്തേ. 3 ദിവസത്തെ യോഗം, പിന്നെ ഇത്രയും പേർക്കുള്ള വിളമ്പ്, തിരിച്ച് കൊട്ട നിറച്ചെല്ലാം കഴിഞ്ഞപ്പോൾ കർത്താവ് പറയാം നേരെ അക്കരയ്ക്ക് പോകാൻ. ബെത്തപ്പാട് വല്ലതും ഉണ്ടോ? അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. പിശാച് പറഞ്ഞു എത്തിക്കത്തില്ല, അക്കരെ എത്തിക്കത്തില്ല. അപ്രതീക്ഷിതമായ പ്രശ്നം വന്നു. പ്രൈസ് ദി ലോർഡ്. രാജാനൊക്കെ കേൾക്കുന്നുണ്ടോ? അപ്രതീക്ഷിതമായ വിഷയം, ലക്ഷ്യം അക്കരെ എത്തിക്കത്തില്ല, നന്മ കാണാൻ അനുവദിക്കത്തില്ല, വിടുതൽ അനുഭവിക്കാൻ സമ്മതിക്കത്തില്ല, അക്കരെ എത്തിക്കത്തില്ല. പക്ഷേ പുസ്തകം എഴുതി അവരക്കരെ എത്തി. ഒരല്ലേലൂയ പറഞ്ഞേ. ഓ ഹല്ലേലൂയ. ഇന്ന് രാവിലെ നിന്നെ ലക്ഷ്യത്തിലെത്തിക്കാതെ, വാഗ്ദത്തത്തിലെത്തിക്കാതെ വ്യാപരിച്ചു നിൽക്കുന്ന ചില പൈശാചിക മേഖലകളെ യേശുവിന്റെ ആത്മാവിന്റെ അധികാരത്തിൽ ശക്തമായ ആത്മാവിടകൊടുകയാണ്. അവർ എരിഹോവിലെത്തി, അവർ എരിഹോവിലെത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കേട്ടെ. വലിയതും, ഉറക്കെ പറ, ഒന്ന് ഉരുവിട്ട ആ വാക്യം, വലിയതും സഫലവുമായ ഒരു വാതിൽ എനിക്ക്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരു വലിയ വാതിൽ, ചെറിയ ശുശ്രൂഷ അല്ലെന്ന്. ഒരു വലിയ വാതിൽ, അത് സഫലമായ വാതിൽ. പക്ഷേ 5-6 എതിരാളികളും അതിനൊക്കെ ചെറുതായിക്കേ. എതിരാളിയെ വലുതാക്കാതെ അതങ്ങ് ചെറുതായിക്കേ. ജപ്തിയുടെ നോട്ടീസ് ഉണ്ടെന്ന്. പക്ഷെ വഴി തുറക്കാൻ കർത്താവിന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കൽപ്പിച്ച സ്ഥലത്താണ് നിന്റെ മകനുമായി പോയേക്കുന്നെങ്കിൽ മറുപടി കാഴ്ചവട്ടിലുണ്ട്. നീ എവിടെയെങ്കിലും കൊണ്ടിട്ട് യാഗം കഴിച്ചിട്ട് കാര്യമില്ല. ദൈവം കൽപ്പിച്ചെടുത്താ. അതിന് ഒരു ദിവസം പോരാ, 3 ദിവസത്തെ വഴി. 3 ദിവസം വഴി ദൂരം പോയപ്പോൾ ആരെ കണ്ടു? ദൈവം കൽപ്പിച്ച സ്ഥലം കണ്ടു. അവിടെ മറുപടി, അവിടെ വിടുതലുണ്ടെന്ന്. ഇന്ന് പകൽ എന്നോട് ദൈവാൽ പറഞ്ഞു ധൈര്യമായിട്ട് നീ പറ, വിടുതലുണ്ട്. എതിരാളികൾ ചിലരുണ്ട്, പക്ഷെ വിടുതലുണ്ട്. നിന്നെ റോമിലെത്തിക്കും, നിന്നെ എരിഹോവിലെത്തിക്കും, നിന്നെ അക്കരെ എത്തിക്കും. ഓ ഹല്ലേലൂയ. തകർന്നെന്ന് പറഞ്ഞെടുത്ത്, ആടി ഉലഞ്ഞെടുത്ത്, തിര തള്ളി കേറിയെടുത്ത്, കപ്പൽ തകർന്നെടുത്ത്, അണലി കൊത്തിയെടുത്ത്. ഓ ഹല്ലേലൂയ. ഇതോടെ എല്ലാം സമാപിച്ചെന്ന് ദുഷ്ടപ്പിശാച് പറഞ്ഞു. നീതിദേവി പോലും ഇവനെ കൈവിട്ടു. ഇനി ഇവന് രക്ഷയില്ല, ഇനി ഇവൻ ഉയരത്തില്ല, ഇനി ഇവൻ ഗതി പിടിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവിടെ 2 വർഷം പ്രസംഗിച്ചെന്ന്. നമ്മള് സെമിത്തേരി റെഡിയായെന്നല്ലേ അറിയണ്ടേ? ഹലോ, അതെല്ലാം റെഡിയാ. പക്ഷെ നീ ഇപ്പൊ പോകാൻ റെഡിയാകില്ല. അതോടെ റെഡിയായി കിടന്നോട്ട്. നമ്മളെ വിളിച്ചത് സെമിത്തേരി പാനല്ല, അടക്കുന്ന പരിപാടി ഇല്ലെന്ന്. അക്കരെ എത്തിക്കും. ദൂത പറയുന്നത് അക്കരെ എത്തിക്കും. ചില മരണങ്ങൾ മാറുകയാ, ചില ദുർമരണങ്ങൾ മാറുകയാ. നിന്നെ നടുക്കറിൽ തള്ളത്തില്ല. ആ ദുഷ്ട ജന്തു കരിയുകയാ. വിശ്വസിക്കുന്നവർ നന്നായി കരമൊന്നടിച്ച് യേശുവിന്റെ നാമത്തിൽ. പോരാ, ശക്തിയോടെ അല്പനിമിഷങ്ങൾ ആത്മാവിൽ.
വിടുതൽ വ്യാപരിക്കട്ടെ, വിടുതൽ വ്യാപരിക്കട്ടെ, ദൈവകൃപ ജ്വലിക്കട്ടെ. Yes, 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 yes. Hallelujah. Hallelujah. നിർത്തുക. ആ സങ്കീർത്തനം 2-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിച്ചേ. 62-ാമത്തെ വാക്യം. അധികാലത്തെ ഒരുങ്ങി കാത്തിരിക്കുന്നവന് വേണ്ടി വായിച്ചേ ആരോഗ്യത്തോടെ. കണ്ടില്ലേ ആരും? അങ്ങനെ എൻ്റെ ദൈവത്തിൻ്റെ ബലവും, നിന്റെ എന്നുള്ളിടത്ത് എൻ്റെ ദൈവം എന്നാക്കിയിട്ട്, അങ്ങനെ എൻ്റെ ദൈവത്തിൻ്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ ഇന്ന് രാവിലെ 7 മണിക്ക് നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുകയാ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഹല്ലേലൂയ. ദാസന്റെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിന്റെ കയ്യിലേക്കും എന്ന പോലെ നിന്റെ കണ്ണൊന്നുയർത്തിക്കേ. ആ കരം നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുകയാ. അഖിലാണ്ടത്തിന് വൃത്തം വരച്ച ആ കരം, ആകാശത്തിന്റെ പരിമാണം ചാണുകൊണ്ട് അളന്ന ആ കരം, ആഴിയിലെ വെള്ളത്തെ ഉള്ളങ്കയിൽ വഹിക്കുന്ന ആ കരം, ഭൂമിയിലെ പൊടിയെ കയ്യിൽ തൂക്കുന്ന ആ കരം, നിന്റെ മഹത്വം കാണേണ്ടതിന്, നിന്റെ ബലം കാണേണ്ടതിന് ശക്തമായി ദൈവം ഇടപെടുകയാ. മഹത്വം വെളിപ്പെടാൻ പോകുകയാ. നിന്റെ കൂടാരത്തിന്റെ ഉള്ളറയിൽ, നിന്റെ തലമുറയിൽ ദൈവ മഹത്വം വെളിപ്പെടാൻ പോകുകയാ. നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് അഭിഷേകമുള്ളവർ നന്നായിട്ടൊരു നിമിഷം ആ കരവൊന്ന് അടിച്ചല്ലേ. ലൂയ്യ. കൈ ഉയർത്തി ഒന്ന് പറയാമോ? വലിയതും ഉറക്കെ പറ. ആ പറയുന്ന തന്നെ വലുതായിരിക്കണം. വലിയതും സഫലവുമായ ഒരു വാതിൽ എനിക്കായി തുറന്നിരിക്കുന്നു. എതിരാളികളും, അത് പതുക്കെ പറഞ്ഞാൽ മതി. നീ അതാ വലുതായിട്ട് പറയുന്നത്. എതിരാളികളും ചിലരുണ്ട്, പക്ഷേ റോമിലെത്തിക്കും. പറഞ്ഞേ, റോമിലെത്തിക്കും, യെരിഹോവിലെത്തിക്കും, അക്കരെ എത്തിക്കും. തടയാൻ വരുന്ന സകല പോരുകളെ ഇന്ന് രാവിലെ ദൈവം വെട്ടി മാറ്റുകയാ. ഹല്ലേലൂയ. ഞാൻ ഈ ദൂത് പറയുമ്പോൾ റാന്നി മാത്രമല്ല, ഈ പത്തനംതിട്ട ജില്ലയെ ദൈവം മറിക്കാൻ പോകുകയാ. ഉയർന്നു നിൽക്കുന്ന ചില മലദൈവ ശക്തികളെ ഇന്ന് രാവിലെ ദൈവത്തിന്റെ കരം വെട്ടുന്ന പകല, ചില തായ്വേരിറക്കുന്നത് പോലെ ചില പോരുകളുടെ അടിത്തറ വെട്ടി നിന്റെ കൂടാരത്തിനകത്ത് ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാ. നീ മടങ്ങി ചെല്ലുമ്പോൾ അസേരയെ വെട്ടിക്കളഞ്ഞതുപോലെ, അപ്പന്റെ ബലിപീഠത്തെ ഇടിച്ചു കളഞ്ഞതുപോലെ, ഹല്ലേലൂയ, ദാഗോൻ ഉച്ചയും കുത്തി മറിഞ്ഞതുപോലെ, അവന്റെ കൈയും കഴുത്തും ദൈവം വെട്ടിമാറ്റിയതുപോലെ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. 40 രാപ്പകൽ ദൈവജനത്തെ വെല്ലുവിളിച്ച ഗോലിയാത്തിനെ എറിഞ്ഞ് താഴെയിട്ടതുപോലെ നിന്റെ മുമ്പിൽ മല പോലെ നിന്ന ചില പോരുകൾ ഇന്നിപ്പോ നിന്റെ കാൽ ചുവട്ടി വീഴാൻ പോകുകയാ. വിശ്വസിക്കുന്നവരെ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. ഇത് ആത്മാവ് ദൂത് പറയുകയാ, ഇത് പരിശുദ്ധാത്മാവ് പ്രവചിച്ചു പറയുകയാ. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധാനം ഒന്ന് എഴുന്നേൽക്കാം. ഒരു നിമിഷം ദൂതിന്റെ മുമ്പിൽ ഒന്ന് സമർപ്പിക്കാം. അക്കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ. ഈ ദൂതൊന്ന് റിസീവ് ചെയ്തേ. നീ പറ, ഈ വിഷയത്തിൽ എന്നെ അക്കരെ എത്തിക്കും,
പതിയിരിപ്പുണ്ട്, പതിയിരിപ്പുണ്ട്, കൊടുങ്കാറ്റുണ്ട്, ഈശാനമൂലനുണ്ട്. ഓ ഹല്ലേലൂയ. ദുഷ്ടജന്തുവുണ്ട്, മന്ത്രവാദമുണ്ട്, ആഭിചാരമുണ്ട്. പക്ഷെ അതെല്ലാം തീക്കകത്ത് കത്തി നീ അക്കരെ എത്താൻ പോകുക. ഹല്ലേലൂയ. നല്ല കർത്താവേ, ഈ നിന്റെ മക്കൾക്കായി അടിയൻ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്ന ദൂതാണ്, അങ്ങ് തന്ന വെളിപ്പാടാണ്, അങ്ങ് തന്ന വചനത്തിന്റെ വെളിപ്പാടാണ്. ഇത് ഇന്ന് പകൽ ദൂരങ്ങളിലേക്ക് ആ വചനം ഓടട്ടെ. അടഞ്ഞു കിടക്കുന്ന വഴികൾ ഓപ്പൺ ആകട്ടെ. നിന്നുപോയ നിശ്ചലമായ ചില വിഷയങ്ങൾ അത് ചലിക്കാൻ തുടങ്ങട്ടെ. നിർവീര്യമായി പോയ ചില നന്മകൾ അത് ചലിക്കാൻ തുടങ്ങട്ടെ. ഹല്ലേലൂയ. അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും വന്ന ദുഷ്ടന്റെ കെടുതികളെ ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ നാമത്തിൽ അമർച്ച ചെയ്ത് ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു പുതിയ വഴി, ഒരു പുതിയ വിടുതൽ, ഒരു പുതിയ നന്മ ഓരോ വ്യക്തിയുടെ കുടുംബത്തിൽ, അവരുടെ കുടുംബ ജീവിതത്തിൽ, അവരുടെ തലമുറയിൽ, അവരുടെ ബിസിനസ്സിൽ, അവരുടെ എല്ലാ ഔദ്യോഗിക മണ്ഡലങ്ങളിൽ, അവരുടെ ശുശ്രൂഷ വേദികളിൽ ഇന്ന് പകൽ വെളിപ്പെടട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. പാടാമേ. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ, തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിയിൻ വാതിൽ, അടച്ചിടുമേ. വാതിൽ തുറന്നിടുമേ എനിക്കായി വാതിൽ, തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിയിൻ വാതിൽ, അടച്ചിടും. തുറന്നിടുമേ, തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ, തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിയിൻ വാതിൽ, അടച്ചിടുമേ. യേശു ഒരു വാതിൽ തുറന്ന ആർക്കും അടപ്പാനാവില്ല. യേശു ഒരു വാതിൽ അടച്ച ആർക്കും തുറപ്പാനാവില്ല. യേശു ഒരു വാതിൽ തുറന്ന ആർക്കും അടപ്പാനാവില്ല. യേശു ഒരു വാതിൽ അടച്ച ആർക്കും തുറപ്പാനാവില്ല. വൈരിയിൻ വാതിൽ, അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ, തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിയിൻ വാതിൽ, അടച്ചിടുമേ. ശത്രു ഒരു വഴിയായി വന്ന ഏഴു വഴിയായി ചിതറിക്കുമേ. ഭാരലേറും വേളകളിൽ കൃപയാൽ എന്നെ തുണച്ചിടുമേ. ശത്രു ഒരു വഴിയായി വന്ന ഏഴു വഴിയായി ചിതറിക്കുമേ. ഭാരങ്ങളേറും വേളകളിൽ കൃപയാൽ എന്നെ തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ, തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിയിൻ വാതിൽ, അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ, തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിയിൻ വാതിൽ, അടച്ചിടുമേ. 26-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 9 മണി മുതൽ രാവിലെ 6 മണി വരെ ഇവിടെ ഓൾ നൈറ്റ് പ്രയറാണ്. ഡോക്ടർ വരണം.
ഓക്കെ, ഒരു മുഴുരാത്രി പ്രാർത്ഥന. സന്തോഷമാണോ? രാത്രി മുഴുവൻ കർത്താവ് പ്രാർത്ഥിച്ചാണ് അത്ഭുതങ്ങളെല്ലാം ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഈ സഭയുടെ ആദ്യത്തെ മുഴുരാത്രി പ്രാർത്ഥന 26-ാം തീയതി വെള്ളിയാഴ്ച രാത്രിയിൽ, 5-ാം തീയതി മുതൽ 12-ാം തീയതി വരെ തുടർമാനമുള്ള ഉപവാസവും പ്രാർത്ഥനയും.